ഹായ്. അപ്പോൾ ഇന്ന് ചായക്ക് കടി ദോശയാണ് കേട്ടോ. ദോശയും തലേന്നത്തെ മീൻ കറിയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള ചോറൊക്കെ അതാ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മത്തിയാണ് കേട്ടോ. അപ്പോൾ മത്തി പൊരിച്ചതും പിന്നെ മത്തി മുളക് ഇട്ടതും ഉണ്ട്. അപ്പം അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ചൂടുവെള്ളം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജന്മക്ക് ഞാൻ ദോശ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻ പൊരിച്ചത് കണ്ടപ്പോൾ വേണമെന്നുണ്ട്. അതിൻ്റെ പഞ്ഞീന് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിമോക്ക് പിന്നെ വെള്ളക്കുപ്പി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കുപ്പിക്ക് ഒരു കേടില്ല. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ പൗച്ചൊക്കെ പുതിയതാണ്. പിന്നെ ബാഗും ഇതാ എൻ്റെ ആങ്ങളെ കൊടുന്ന ബാഗാണ് കേട്ടോ. ബാഗൊക്കെ ഇപ്പോൾ ഇന്നാണ് കൊണ്ടുവരുന്നത്. അപ്പം തിങ്കളാഴ്ച മുതൽ ബുക്കും ബാഗൊക്കെ കൊടുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ ഇതുവരെ ചെറിയൊരു മദ്രസയെ കൊണ്ടുവന്ന ബാഗിലിട്ടിട്ട് അങ്ങനെ ആയിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പുതിയ ബാഗൊക്കെ എടുത്തതിൻ്റെ ഒരു കിടയിലാണ് ആൾ. ഇപ്പം എന്താ പാടാവാം, സിബ് കേടിരുത്തണം, അങ്ങനെയൊക്കെ ഇതാണ്. അപ്പോൾ സ്കൂൾ തുറന്നേക്കുന്ന ഒരു പെൻസിൽ കൊടുത്ത്, സ്ലേറ്റ് പെൻസിൽ ഇട്ടാൽ കടലാസ് പെൻസിൽ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെയാണ് മിക്സുവിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ ബാഗ് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ബാഗായതുകൊണ്ട് എല്ലാ സാധനങ്ങളും അതിൽ വെക്കുക. കിറ്റ് കൊണ്ടുപോകില്ല. അപ്പോൾ പ്ലേറ്റും പിന്നെ വെള്ളക്കുപ്പിയും സ്നാക്സ് പാത്രവും എല്ലാം അതിൽ തന്നെ പോവുകയും ചെയ്യും. അപ്പം സ്നാക്സ് ഇതാ പൊട്ടാറ്റോ ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ അതാക്കി. അപ്പം ഞാൻ പറയാം 1ാം ക്ലാസ്സിലെത്തിയില്ല, ഇനി സ്നാക്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കാനുള്ള നല്ല തന്ത്രപ്പാടിലാണ് കേട്ടോ ആൾ. പിന്നെ ഇതാ ജസ്ലിമോളെ യൂണിഫോം ഇതാണ്. ഇത് എന്ത് കളറെന്നപ്പോൾ പറയാ, ഒരു ലൈറ്റ് പിസ്താണോ ഒരു ലൈറ്റ് നീല എല്ലാം കൂടെ ചേർന്ന മാതിരത്തെ ഒരു കളറാണ് കേട്ടോ. പിന്നെ വിച്ചുവിൻ്റെ ഇതാ ബ്ലാക്ക് ഇത് ഫ്രോക്കാണ്. അപ്പോൾ അവർ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ജന്നമോളെ ഞാൻ കുളിപ്പിച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ചായക്ക് കടി ഇന്നിപ്പോൾ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കൂളിട്ട് വന്നാൽ മക്കൾക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ കടി വേണമല്ലോ. ഒന്നുകിൽ ബേക്കറിയിൽ എന്തെങ്കിലും ബിസ്ക്കറ്റാ അങ്ങനെ എന്തെങ്കിലും, ചിലപ്പം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാനിന്ന് പഴം നല്ല പഴുത്ത പഴം ഉണ്ടായപ്പോൾ പിന്നെ ആ പഴഞ്ഞ് ഇവിടെ ഇരുന്നാൽ കേട് വരും എന്ന് വിചാരിച്ചിട്ട് അപ്പം പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം മാവൊക്കെ ഞാൻ ആദ്യം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും കൂട്ടാൻ്റെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പഴം പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ വന്നാൽ വന്ന പാടന്നെ ഇപ്പോൾ പൊരിക്കുമ്പോൾ ചൂടാവുമ്പം കുടിക്കാനൊക്കെ ഉണ്ടാവില്ല വെച്ചിട്ട്. അപ്പോൾ കുറച്ച് മാവ് ബാക്കിയായപ്പോൾ ഞാൻ ആ മാവ് ഇത് അങ്ങനെ ഇങ്ങോട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ. സ്കൂളിട്ട് വരൽ തന്നെ മക്കൾ ചായക്ക് എന്താ കടിയെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ബേക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തിന്നും, ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിയായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ ഒന്നും. അപ്പോൾ അതൊക്കെ പൊരിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ജനമോള് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വന്നൊക്കെ ഇപ്പോൾ ദാൾമാറിൻ്റെ മേലെ കയറിയിരിക്കേണ്ട. അപ്പോൾ എത്രയുള്ളൂ വീഡിയോ. ബായ്.